നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അന്നമനടയിൽ LDF അംഗം സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF-ലെ ടെസി ടൈറ്റസിനെ 8-നെതിരെ 10 വോട്ടുകൾക്കാണ് സിന്ധു ജയന്റെ വിജയം. താത്കാലിക ഷെഡിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനെതിരെ ഊരുമൂപ്പന് മർദ്ദനമേറ്റതായി പരാതി. മർദ്ദനമേറ്റ അതിരപ്പള്ളി വീരാൻകുടി കോളനിയിലെ ഊരുമൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ MDMയുമായി 2 പേര് പിടികൂടി. എടവിലങ്ങ് പുന്നക്കാമ്പറമ്പിൽ ശിവകൃഷ്ണ, പറക്കാട്ട് വീട്ടിൽ അഭിനവ് എന്നിവരാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. അന്നമനടയിൽ LDF അംഗം സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. UDF-ലെ ടെസി ടൈറ്റസിനെതിരെ 8-നെതിരെ 10 വോട്ടുകൾക്കാണ് സിന്ധു ജയന്റെ വിജയം. UDF-ഉം LDF-ഉം തുല്യനിലയിലായിരുന്ന പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു LDF പ്രസിഡന്റും UDF വൈസ് പ്രസിഡന്റുമായി ഭരണനിർവഹണം നടത്തി വന്നിരുന്നത്. അതിനിടെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ടെസിക്കെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ടെസി പുറത്താകുകയുമായിരുന്നു. തുടർന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ LDF പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും സിന്ധു ജയൻ വിജയിക്കുകയുമായിരുന്നു. വിപ്പ് ലംഘിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ കൃഷ്ണകുമാറിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് താൽക്കാലിക ഷെഡിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനെതിരെ ഊരുമൂപ്പന് മർദ്ദനമേറ്റതായി പരാതി. മർദ്ദനമേറ്റ അതിരപ്പള്ളി വീരാൻകുടി കോളനിയിലെ 80 വയസ്സുള്ള ഊരുമൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 2 വർഷം മുൻപ് വീരാൻകുടി കോളനിയിലെ 9 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിയിരുന്നു. മഴക്കാലത്ത് ഇവർക്ക് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ താമസമൊരുക്കുകയും മഴ മാറുന്നതോടെ ഇവിടെ നിന്നും പറഞ്ഞുവിടുകയുമാണ് പതിവ്. ഇവർക്ക് സ്ഥിരതാമസത്തിനായി ഭൂമി നൽകാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഇതേ തുടർന്നാണ് ഇവർ ഞണ്ടിച്ചുക്കാൻ പാറയിൽ 2 ആഴ്ച മുമ്പ് ഷെഡ് കെട്ടി താമസം മാറ്റിയത്. ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടിരുന്നു. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണമ്പുഴ ഭാഗത്തേക്കുള്ള റോഡ് സഞ്ചാരത്തിനായി തുറന്നുകൊടുത്തു. കലുങ്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി 2 മാസത്തിലധികമായി റോഡ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും റോഡ് തുറന്നു കൊടുക്കാത്ത നഗരസഭാ നടപടിയിൽ ജനരോഷം രൂക്ഷമായിരുന്നു. കണ്ണമ്പുഴ ക്ഷേത്രം, ഹൗസിംഗ് ബോർഡ് കോളനി, DYSP ഓഫീസ്, നിർമ്മല കോളേജ്, NSS സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡാണ് അടച്ചിട്ടിരുന്നത്. കോട്ടാറ്റ്, മൂഞ്ഞിലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള റോഡാണിത്. പ്രതിഷേധം കനത്തതോടെയാണ് പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ റോഡ് തുറന്നുകൊടുത്തത്. കൊടുങ്ങല്ലൂരിൽ സിന്തറ്റിക് ലഹരി മരുന്നായ MDMയുമായി 2 പേരെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടി. എടവിലങ്ങ് സ്വദേശികളായ പുന്നക്കാമ്പറമ്പിൽ ശിവകൃഷ്ണ, പറക്കാട്ട് വീട്ടിൽ അഭിനവ് എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത്.
തീരദേശ മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണ് ഇവരെന്നും മേഖലയിൽ വിൽപ്പന നടത്തുന്നതായി കൊണ്ടുവന്നതാണ് പിടികൂടിയ MDM എന്നും പോലീസ് പറഞ്ഞു. അന്വേഷണത്തിൽ പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നത് എന്ന് വിവരം ലഭിച്ചു. പ്രതികൾ മയക്കുമരുന്ന് വാങ്ങിയ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും പോലീസ് പറഞ്ഞു. ശ്രീനാരായണ സേവിക ആശ്രമം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഗാനരചയിതാവ് IS കുണ്ടൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. VSPM ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ PV സുരാജ് ബാബു അധ്യക്ഷനായി. മഠാധിപതി സ്വാമിനി ശാരദപ്രിയ മാതാ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SNM ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS സുസ്മിത കയ്യെഴുത്തുമാസിക പ്രകാശനം ചെയ്തു. ട്രസ്റ്റ് രക്ഷാധികാരി കൃഷ്ണമണി ശിവഗിരി മത്സര വിജയികളെ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സബിത ജയചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ പകിട്ടി, സ്കൂൾ മാനേജർ KS ശ്രീകുമാർ, മായാദേവി, M നാണുക്കുട്ടൻ, OB സോമൻ, KS വിദ്യാധരൻ, VSPM ട്രസ്റ്റ് സെക്രട്ടറി തമ്പി കല്ലുപുറം, റെനിത സാജ്കുമാർ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒത്തുചേരുന്ന ഒരു പൊതു ഇടം സൃഷ്ടിക്കുക എന്നുള്ളത് ഈ പുതിയ കാലത്ത്, ഈ വർത്തമാന കാലത്ത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മൾ രാഷ്ട്രീയപരമായി, സംഘടനാപരമായി, കുടുംബപരമായി, ജാതിപരമായി, മതപരമായി എല്ലാം വ്യത്യസ്തമായ അറകളിൽ അടക്കപ്പെടുന്ന ആളുകളായിട്ട് നമ്മുടെ വർത്തമാനകാലം മാറുക. അവിടെയാണ് അതെല്ലാം മറന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്ന പൊതു ഇടങ്ങളാകുന്ന സംഘടനകളുടെ പ്രസക്തി ഉണ്ടാകും. SC ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, KK ദേവസിക്കുട്ടി, TK സദാനന്ദൻ, ജോയ് മഹന്മകത്ത്, CD രാജൻ, VV ജാനകി, KN രാമൻ, VS സേതുമാധവൻ, AK സെലീന എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അന്നമനടയിൽ LDF അംഗം സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDFിലെ ടെസി ടൈറ്റസിനെ 8-നെതിരെ 10 വോട്ടുകൾക്കാണ് സിന്ധു ജയന്റെ വിജയം. താത്കാലിക ഷെഡിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനെതിരെ ഊരുമൂപ്പന് മർദ്ദനമേറ്റതായി പരാതി. മർദ്ദനമേറ്റ അതിരപ്പള്ളി വീരാൻകുടി കോളനിയിലെ ഊരുമൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ MDMുമായി 2 പേര് പിടികൂടി. എടവിലങ്ങ് പുന്നക്കാമ്പറമ്പിൽ ശിവകൃഷ്ണ, പറക്കാട്ട് വീട്ടിൽ അഭിനവ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.